ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒലി ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരി വെച്ചിട്ടുള്ള അരിപ്പായസമാണ്. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അരിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അര കപ്പ് ബിരിയാണി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തുന്നൊന്നുമില്ല. ഇത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി, ഉണങ്ങലരി, അതുപോലെ ബസുമതി റൈസ് ഒക്കെ യൂസ് ചെയ്യാം. ബസുമതി റൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്ന സമയത്ത് അരി എല്ലാം അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്കൊരു 5 വിസിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതുപോലെ അര കപ്പ് പഞ്ചസാരയും 3 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ 5 വിസിലിന് ശേഷം നമ്മുടെ റൈസ് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ശർക്കര ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുക്ക് പൊടി ആയിട്ടല്ല, നിങ്ങളുടെ ചുക്കായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചുക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ആഡ് ചെയ്യണം. അപ്പോഴതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 7 വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 7 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ വിസിലിൻ്റെ അളവൊക്കെ. ഞാനിവിടെ 7 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ റൈസ് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തവി വെച്ചിട്ട് നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ പാല് നല്ലോണം തിളപ്പിച്ചെടുത്ത പാലാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ തിളക്കാത്ത പാലൊന്ന്, പച്ചപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം പച്ചപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുക്കൊക്കെ ഉള്ളത് കാരണം തന്നെ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇനി നമ്മുടെ പായസം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അരി ഓൾറെഡി കുക്കായതാണ്. അതുപോലെ പാല് നമ്മൾ തിളപ്പിച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരു നല്ലോണം ചൂടാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പശുനെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുക്കുന്ന ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 3 അണ്ടിപ്പരിപ്പ് മുകളിൽ മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ഈ പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന്. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്